എൻ്റെ മുഖത്തടിച്ച് പോലത്തെ ഒരു മറുപടിയായിരുന്നു പെട്ടെന്ന് എൻ്റെ സുഹൃത്ത് തന്നത്. ഞാൻ ആകെ വിജൃംഭിച്ചു പോയി. സുഹൃത്തുക്കളെ നമസ്കാരം. വിഷയം വേറൊന്നുമല്ല, ഞാനൊരു ചാരിറ്റിയുടെ ഒരു ഭാഗമായിട്ട് ഒരാളെ വിളിച്ചതാണ്. ചാരിറ്റി എന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള ഒരു കുടുംബം, ആ കുടുംബത്തിലെ ഒരു ചെറിയ പെൺകുട്ടിക്ക് ക്യാൻസറായിട്ട് 2-3 വർഷമായിട്ട് ചികിത്സയിലായിരുന്നു. കിടപ്പാടം വരെ വിറ്റിട്ട് അവർ ചികിത്സ ചെയ്യുകയാണ്. അപ്പോൾ നാട്ടുകാർക്ക് നേരിട്ട് ബോധ്യമുള്ള ഒരു കാര്യം, എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരു കൂട്ടായ്മ ഫണ്ട് കളക്ഷന് വേണ്ടി നിന്ന് ഞാനും അതിൻ്റെ കൂടെ കൂടി. അപ്പോൾ എൻ്റെ ചില മറ്റ് കുറച്ച് സുഹൃത്തുക്കളോട് സംസാരിച്ച് പറ്റാവുന്ന ക്യാഷ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു നല്ല സുഹൃത്താണ്, അവളെ ഞാൻ വിളിച്ചിങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഈ കാര്യം പറഞ്ഞതും പെട്ടെന്ന് അവൾ, നീ ഈ കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി എന്നെ വിളിക്കണ്ട, വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും, ഇല്ലെങ്കിൽ വെച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സത്യത്തിൽ ഭയങ്കര വിഷമമായി. ഞാൻ പറഞ്ഞില്ല വേറെ ഒന്നുമില്ല എന്നുകൊണ്ട് ഞാൻ ഫോൺ വെച്ചു. പക്ഷെ പിന്നീട് ആലോചിച്ചപ്പോൾ അവളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. അവരധ്വാനിച്ചുണ്ടാക്കുന്ന പണം അത് എന്തിനുപയോഗിക്കണം എന്നുള്ളത് തീർച്ചയായിട്ടും അവരുടെ തീരുമാനമാണ്. അപ്പോൾ അതിൽ നമുക്ക് കുറ്റം പറയാനൊന്നുമില്ല. ഇനി അവർ വേറെ എന്തെങ്കിലുമൊക്കെ നമ്മളറിയാതെ ചാറ്റുകൾ ചെയ്യേണ്ടതില്ല, നമുക്കൊന്നും അറിയില്ല. അപ്പോൾ കുറ്റം പറയാനൊന്നുമില്ല. പക്ഷേ ഇന്ന് എനിക്കൊരു അനുഭവം ഉണ്ടായി. ആ അനുഭവത്തിൽ ഇങ്ങനെ ചിലരെ കൊണ്ട് മുഖത്തടിച്ച് പോലെ മറുപടി പറയിപ്പിക്കാൻ തോന്നുന്ന ഒരു കാരണം എനിക്ക് ഇന്നത്തെ അനുഭവത്തിൽ കിട്ടി. വേറെ ഒന്നുമല്ല, ഞാൻ നെന്മാറ ഭാഗത്താണുള്ളത്. കോട്ടായ ഭാഗത്തു നിന്നുള്ളൊരു സുഹൃത്ത് എനിക്ക് കഴിഞ്ഞ ദിവസം മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. നെന്മാറ ഭാഗത്തുള്ള ഒരു കുടുംബത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ പറയുന്നൊരു വീഡിയോ. അപ്പോൾ ഇത് എവിടെയാണ്, ഇവരെ പറ്റി അറിയോ, ഞങ്ങൾ 1-2 പേര് നേരിട്ട് സഹായം എത്തിക്കാമെന്ന് വിചാരിച്ചിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അയച്ചു തന്നു. അപ്പോൾ എനിക്ക് അവരെ നേരിട്ട് അറിയില്ല. അപ്പോൾ ഞാൻ മറ്റൊരു സുഹൃത്ത് വഴി ആ ഭാഗത്തുള്ള പഞ്ചായത്ത് മെമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്ത് അന്വേഷിച്ചപ്പോൾ എനിക്ക് അറിയാൻ പറ്റിയ വിവരം എന്ന് പറയുന്നത് 3 വർഷം മുമ്പ് കഴിഞ്ഞ കേസാണത്. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഫാമിലി തന്നെയായിരുന്നു. പക്ഷേ 3 വർഷം മുമ്പ് അങ്ങനെ ഫണ്ട് കളക്ഷൻ നടന്ന് അവരിപ്പോൾ വലിയ കുഴപ്പമില്ലാതിരിക്കുകയാണ്. പിന്നെ ആരും ഈ വീഡിയോ ഇട്ടു, അവരുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ആയിരിക്കും ഈ ഉടായ്പ ചെയ്തത്. ശാപം കിട്ടുന്ന ഒരു പരിപാടിയാണത്. കാരണം നമുക്ക് ആർക്കും അങ്ങനെ വരാതിരിക്കട്ടെ. വല്ലാത്തൊരു ബുദ്ധിമുട്ട് വന്ന് നാട്ടുകാരുടെ മുമ്പിൽ കൈ നീട്ടി, ശരി നിങ്ങൾക്ക് അതിൽ നിന്ന് കുറേ പൈസ കിട്ടി, 10 രൂപ കൂടുതൽ കിട്ടിയാൽ നിങ്ങൾ എടുത്തോ ഉപയോഗിച്ച് നന്നായിരിക്കും. പക്ഷേ അതോടുകൂടെ അത് നിർത്തണം. അല്ലാതെ അതൊരു സ്ഥിരം പരിപാടിയാക്കി, അതൊരു ഉടായ്പ പരിപാടിയാക്കി ആരും അങ്ങനെ ചെയ്യരുത്. ഇനി അത് മാത്രമല്ല, നമ്മൾ ഈ സഹായിക്കാൻ പോകുന്ന നന്മ മരങ്ങൾ കേൾക്കുമ്പോഴത്തേനും കയ്യിൽ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ ഒറ്റയടിക്കെടുത്ത് ഗൂഗിൾ പേ ചെയ്യുന്നത് തെറ്റാണ്. നമ്മൾ അതിനെക്കുറിച്ചിട്ട് കൃത്യമായി അന്വേഷിക്കണം. 3 കാര്യങ്ങളാണ് എനിക്ക് ഈ സഹായം നമ്മൾ ചാറ്റ് ചെയ്യാൻ പോകുമ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത് എൻ്റെ അനുഭവത്തിൽ നിന്ന്. ഒന്ന്, പരമാവധി നമ്മുടെ അടുത്തുള്ള നേരിട്ട് അറിയുന്നവരെ മാത്രം ഹെൽപ്പ് ചെയ്യുക. ഇനി അത് നമ്മുടെ അടുത്തുള്ളവരല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ ഉത്തരവാദിത്തപ്പെട്ടവരെ വിളിച്ച് ചോദിച്ചിട്ട് അത് അർഹതപ്പെട്ടവരാണ്, ഇപ്പോഴും അത് ആവശ്യമുണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രം ചെയ്യുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, വാങ്ങുന്നവനും കൊടുക്കുന്നവനും ഇത് കൃത്യമായിട്ടുള്ള കണക്ക് വെളിപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. മൂന്നാമത്തെ കാര്യം, ആവശ്യമായിട്ടുള്ള പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഇത് മുമ്പ് അറിയിച്ചവരെല്ലാവരെയും ഈ വിഷയം ക്ലോസ് ചെയ്തു എന്നുള്ള വിവരം അറിയിക്കുക. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതൊരു നല്ല മെസ്സേജായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പരമാവധി ഷെയർ ചെയ്യുക, എല്ലാവരിലേക്കും എത്തിക്കുക. നന്ദി, നമസ്കാരം.